ഹായ് ഓൾ വെൽക്കം ബാക്ക്. സോ നമ്മൾ കെ മാപ്പാണ് പഠിച്ചുകൊണ്ടിരുന്നത്. സോ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. കൺവേർട്ട് എ പ്ലസ് ബി ബാർ സി ബാർ ടു മിൻ ടേംസ് യൂസിങ് കെ മാപ്പ്. സോ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഈ ഒരു ഫംഗ്ഷൻ തന്നിട്ട് ബൂളിയൻ ഫംഗ്ഷൻ തന്നിട്ട് അതിനെ മിൻ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസിങ് കെ മാപ്പ് യൂസ് ചെയ്തിട്ട് മിൻ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫംഗ്ഷനെ ബൂളിയൻ ഫംഗ്ഷനെ നമ്മൾ കെ മാപ്പിലേക്ക് പ്ലോട്ട് ചെയ്യുക. പ്ലോട്ട് ചെയ്തതിന് ശേഷം കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേംസ് എഴുതുക. ദെൻ അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് നമ്മൾ നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ബൂളിയൻ ഫംഗ്ഷൻ എഴുതുക. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പ്ലസ് ബി ബാർ സി ബാർ ആണ് അല്ലെ. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക, അപ്പൊ ഇവിടെ നോക്കിയാൽ എ ബി സി 3 വേരിയബിൾ ഉണ്ട്. സോ നമ്മൾ യൂസ് ചെയ്യുന്നത് 3 വേരിയബിൾ കെ മാപ്പ് ആണ്. സോ അതുകൊണ്ട് ഞാൻ ഒരു 3 വേരിയബിൾ കെ മാപ്പ് ഇവിടെ വരച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്, നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ് അല്ലെ. ഫസ്റ്റ് നമ്മുടെ ടേം എന്ന് പറഞ്ഞാൽ എ ആണ് അല്ലെ, എ. അപ്പൊ എ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്, എ നോക്കുക, എ നമുക്ക് ഈ ലാസ്റ്റ് റോയിൽ നിന്ന് ഫുള്ള് നമുക്ക് കിട്ടും അല്ലെ. അപ്പൊ ലാസ്റ്റ് റോ ഫുള്ള് നമ്മൾ മാർക്ക് ചെയ്താൽ നമുക്ക് എ കിട്ടും. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്, മുകളിലുള്ള എല്ലാം എന്ത് ചെയ്തു, ക്യാൻസൽ ആയി പോകും. അതായത് ബി ബാറും ബിയും ക്യാൻസൽ ആവും, ഈ ബി ബാറും ബിയും ക്യാൻസൽ ആവും, സി ബാർ ഇത് ക്യാൻസൽ ആവും, ഇവിടെ സി ബാർ ക്യാൻസൽ ആവും. സോ ഫുൾ ക്യാൻസൽ ആവും. മിച്ചം നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് എ മാത്രമേ കിട്ടുകയുള്ളൂ. സോ അതാണ് നമുക്ക് വേണ്ടത് അല്ലെ. അതാണ് നമുക്ക് ഇവിടെ ആദ്യത്തെ ടേം എന്ന് പറയുന്നത്, ക്യാപിറ്റൽ എ. ഓക്കെ, സോ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഫുള്ള് നമ്മൾ മാർക്ക് ചെയ്യും അല്ലെ. നമ്മൾ 1 വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യും. സോ ഞാൻ മാർക്ക് ചെയ്യാണ്. സോ ഞാൻ മാർക്ക് ചെയ്തു. സോ ഇതാണ് നമ്മുടെ എ എന്ന് പറഞ്ഞ ടൈം നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് അല്ലെ. നെക്സ്റ്റ് നമ്മൾ ബി ബാർ സി ബാർ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുക, ഈ ആദ്യത്തെ തന്നെ ബി ബാർ സി ബാർ എന്നുള്ളത് അല്ലെ. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇത് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പം ഈ ലെഫ്റ്റ് സൈഡ് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പൊ എ ബാറും എയും ക്യാൻസൽ ആയി പോകും. ദെൻ നമുക്ക് ബി ബാർ സി ബാർ കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഈ ഒരു കോളമാണ്, ഫുൾ കോളമാണ്, അത് 0ഉം 4ഉം എന്നുള്ള ഈ 2 സെല്ലാണ് നമുക്ക് ബി ബാർ സി ബാർ കിട്ടുന്നത്. സോ ഞാൻ അവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, കാരണം താഴത്തെ ഓൾറെഡി മാർക്ക്ഡ് ആണ്. സോ നമ്മൾ ഇല്ലാത്ത പോർഷൻ നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷനെ മാർക്ക് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. ഓക്കെ, സോ ഇതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ മിൻ ടേംസ് എഴുതുക. അതായത് മിൻ ടേംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ താഴെ തന്നിരിക്കുന്ന ചെറിയ നമ്പേഴ്സ് ഇല്ല, അതാണ് മിൻ ടേംസ് എന്ന് പറഞ്ഞത്. ഓരോരോ സെല്ലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേംസ് ആണ് ഈ താഴെ തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ മാർക്ക് ചെയ്തതിന്റെ എല്ലാം നമ്മൾ എഴുതുക. അതായത് 0 ഉണ്ട്, 0, 4, 5, 7, 6. സോ ഇതാണ് നമ്മുടെ മിൻ ടേംസ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് വേരിയബിൾ ഫോർമാറ്റിൽ നമുക്ക് എഴുതാം അല്ലെ. 0 എന്ന് പറയുന്നത് എന്താണ്, എ ബാർ ബി ബാർ സി ബാർ. അപ്പൊ എ ബാർ ബി ബാർ നമ്മൾ ബാർ യൂസ് ചെയ്യുന്നത് 0യെ റെപ്രസെന്റ് ചെയ്യാനാണ് അല്ലെ. അപ്പൊ 0 0 0 എന്ന് വരും അല്ലെ, അതിന്റെ കറസ്പോണ്ടിങ് ആണ് 0 എന്ന് പറയുന്നത്. ദെൻ എന്താണ്, നെക്സ്റ്റ് 4 ആണ്. 4 എന്ന് പറയുന്നതിന്റെ ബൈനറി നമ്പർ എത്രയാണ്, 100 ആണ്. സോ 100 എന്നുള്ളത് കിട്ടണമെങ്കിൽ എ ബി ബാർ സി ബാർ ചെയ്യണം അല്ലെ. അപ്പൊ 100 എന്ന് വരും. സോ 5 ആണെങ്കിൽ എന്ത് വരും, 101 ആണ് നമ്മുടെ 5ന്റെ എന്ത് ബൈനറി നമ്പർ. സോ എ ബി ബാർ സി എന്ന് എഴുതണം അല്ലെ. അപ്പൊ അതുപോലെയാണ് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇവിടെ മിൻ ടേംസ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ അതുകൊണ്ട് ഈ മുകളിലുള്ളത് അതുപോലെ എഴുതിയാൽ മതി. 0, 4, 5, 6, 7 ഇതാണ് നമ്മുടെ മിൻ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സോ അടുത്തെന്ന് പറയുന്നത് ഇതൊരു 4 വേരിയബിൾ കെ മാപ്പ് ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം എയും ബിയും സിയും ഡിയും ഉണ്ട് അല്ലെ. അപ്പം 4 വേരിയബിൾ ഉള്ളത് കൊണ്ട് നമ്മൾ 4 വേരിയബിൾ കെ മാപ്പ് യൂസ് ചെയ്യുന്നത്. സോ 4 വേരിയബിൾ കെ മാപ്പ് വരയ്ക്കുക. സോ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് നമ്മൾ മാർക്ക് ചെയ്യുക. സോ ഫസ്റ്റ് നമ്മൾ നോക്കുമ്പോൾ എ ബി ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എ ബി എവിടെ നിന്ന് കിട്ടും, എ ബി എന്ന് പറയുന്നത് എന്താണ്, ഇത് ഫുൾ ആണ്. ഇതാണ് എ ബി എന്ന് പറയുന്നത്. 12, 13, 15, 14 ഇത്രയും ഈ ഒരു ഫുൾ റോ ആണ് നമ്മുടെ എ ബി കിട്ടുന്നത്. സോ ഞാൻ അവിടെ മാർക്ക് ചെയ്യാണ്. സോ നമുക്ക് എ ബി ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് നോക്കുക എ സി കിട്ടണമെങ്കിൽ എവിടെ നിന്ന് കിട്ടും, എ എന്ന് പറയുന്നത് എവിടെ നിന്നാണ് കിട്ടുന്നത് നോക്കുക. ഈ 2 ഇതിൽ നിന്ന്, അതായത് അവസാനത്തെ 2 റോയിൽ നിന്ന് നമുക്ക് എ കിട്ടും. കാരണം ബിയും ബി ബാറും ക്യാൻസൽ ആയി പോകും. മിച്ചം ഇവിടെ നിന്ന് എ കിട്ടും അല്ലെ, എ കിട്ടും. ദെൻ എന്താണ്, സി ആണ് വേണ്ടത്. ഇനി സി മുകളിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അവിടെ നോക്കുമ്പോൾ എന്താണ്, ഈ ലാസ്റ്റത്തെ 2 കോളം അല്ലെ, അതായത് ഇവിടുന്ന് ഡിയും ഡി ബാറും ക്യാൻസൽ ആയി പോയിട്ട് മിച്ചം സി കിട്ടും. അപ്പം എ എന്ന് പറയുന്നത് ഇവിടെ നിന്ന് കിട്ടും, സി എന്നുള്ളത് ഈ ഒരു റൈറ്റ് മോസ്റ്റ് ഇതിൽ നിന്ന് കിട്ടും അല്ലെ, ഈ 2 കോളത്തിൽ നിന്ന് കിട്ടും അല്ലെ, സി എന്നുള്ളത്. സോ നമുക്ക് എങ്ങനെ അത് മാർക്ക് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഈ എയുടെ ഇപ്പം ബാക്കി എ കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, താഴെയും കൂടെ മാർക്ക് ചെയ്യണം അല്ലെ. സോ ഞാനത് മാർക്ക് ചെയ്യാണ്. സോ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത്രയും ഏരിയയിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഈ ഒരു എ സി എന്നുള്ളത് കിട്ടിയത് അല്ലെ. സോ ഇത്രയും നമ്മൾ മാർക്ക് ചെയ്തു. നെക്സ്റ്റ് നോക്കുമ്പോൾ എന്താണ്, സി ആണ്. സി കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, സി എന്ന് പറയുന്നത് ടോപ്പിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പൊ സി കിട്ടണമെങ്കിൽ ഇതുപോലെ തന്നെ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് നമ്മൾ മാർക്ക് ചെയ്താൽ മതി. സോ അത് ഓൾറെഡി മാർക്ക്ഡ് ആണ് ഫുള്ള് അല്ലെ. അപ്പൊ സി നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ദെൻ ഉള്ളത് എ ഡി ആണ് അല്ലെ. അപ്പൊ എ കിട്ടുന്നത് ഇവിടെ നിന്നാണ്. ദെൻ ഡി കിട്ടുന്നത് എവിടെ നിന്നാണ്, ഈ ഒരു ഏരിയയിൽ നിന്ന്, ഈ ഒരു ഏരിയയിൽ നിന്ന്, അതായത് മിഡിൽ ഏരിയയിൽ നിന്നാണ് നമുക്ക് ഡി കിട്ടുന്നത് അല്ലെ. അതായത് സി ബാർ
ബാറും സിയും അല്ലെ. അപ്പൊ ഈ സി ബാറും സിയും പോയിട്ട് ഇവിടുന്ന് ഡി കിട്ടും. ദെൻ എ നമുക്ക് കിട്ടുന്ന എവിടെ നിന്നാണ്? നമുക്ക് ഈ ഒരു താഴത്തെ രണ്ട് പോർഷനിൽ നിന്ന് ബി ബാറും ബിയും പോയി എ കിട്ടും അല്ലെ. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ നെക്സ്റ്റ് എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. അതായത് ഈ രണ്ട്, അപ്പൊ ഇവിടെ ഇത്രയും പോർഷൻ മാർക്ക്ഡ് ആണ്. സോ ഈ 9ഉം കൂടെ നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആണ് എ ബി ബാർ സി എന്നുള്ളത്. സോ എ ബി ബാർ സി കിട്ടണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? എ എവിടുന്ന് കിട്ടും? എ ഈ ലാസ്റ്റ് ഏരിയയിൽ നമുക്ക് കിട്ടും, നമ്മൾ പറഞ്ഞു അല്ലെ. ലാസ്റ്റ് ഈ ഒരു രണ്ട് റോയിൽ നിന്ന് നമുക്ക് ഫുൾ എ കിട്ടും. ദെൻ എന്താണ്? ബി ബാർ സി കിട്ടും. അപ്പൊ ബി ബാർ സി എന്നുള്ളത് നമ്മൾ നോക്കുക. അപ്പം എയും എ ബി ബാർ നോക്കുക, എ ബി ബാർ. ഓക്കെ, ലാസ്റ്റ് നിന്നാണ് നമുക്ക് എ ബി ബാർ കിട്ടുന്നത്. ദെൻ സി എന്ന് പറയുന്നത് എവിടെ നിന്ന് കിട്ടും? സി എന്ന് പറയുന്നത് നമുക്ക് ഈ ലാസ്റ്റ് ഏരിയയിൽ നിന്ന് കിട്ടും അല്ലെ. അപ്പം ഈ ഒരു ഏരിയയും കൂടെ, അതായത് ഈ ഒരു ഫസ്റ്റ് 8ന്റെ കോളം കൂടെ നമ്മൾ മാർക്ക് ചെയ്യുക. സോ മാർക്ക് ചെയ്തു. ഓക്കെ, സോ എ ബി സി, നെക്സ്റ്റ് എ ബി സി, അത് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും. സോ ഇതാണ് കംപ്ലീറ്റ് നമുക്ക് മാർക്ക് ചെയ്ത് കിട്ടുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് അല്ലെ. ഇനി നമ്മൾ എന്താ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അപ്പൊ നമ്മൾ ഇത് കംപ്ലീറ്റ് മാർക്ക്ഡ് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യുക? ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ ഏറ്റവും ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏറ്റവും വലുത് മുതലാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത് അല്ലെ. ഉണ്ടോ നോക്കുക. അതായത് 8ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുമോ നോക്കുക. യെസ്, ഇവിടെ നമുക്ക് 8ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കേസിൽ നോക്കിയാൽ ഇതിനെ നമുക്ക് ഒരു 8ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. കാരണം 1 2 3 4 5 6 7 8 ഇത് 8 നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഇത് 8 അതിനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ദെൻ അതുപോലെ ഇതിനെ നമുക്ക് 8 ഗ്രൂപ്പ് ചെയ്യാം. സോ ഞാനത് 8 ഞാൻ ഗ്രൂപ്പ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. നമ്മൾ 8 ഗ്രൂപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു അല്ലെ. സോ നമ്മൾ 8 ഗ്രൂപ്പ് ചെയ്യാണ്. സോ ഇതിനെ 8 നമുക്ക് ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്യാം. സോ ഇതൊരു ഗ്രൂപ്പിംഗ് ആണ്. 8 നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ദെൻ നമുക്ക് നെക്സ്റ്റ് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നത് ഏതിനെയാണ്? നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ദെൻ ഇതിങ്ങനെ ഒരു 8 നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെയും ഗ്രൂപ്പ് ചെയ്യാം അല്ലെ. സോ 8 നമ്മൾ ഇവിടെ നിന്ന് ഗ്രൂപ്പ് ചെയ്യാണ്. സോ ഇതിനെ നമ്മൾ 8 ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്തു. സോ ഇങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാം. ഓക്കെ, സോ നമ്മൾ ഗ്രൂപ്പിംഗ് ആണ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു, ഇങ്ങനെ 8 ഗ്രൂപ്പ് ചെയ്തു, ഇനി ഇങ്ങനെ നമ്മൾ 8 ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഓവർലാപ്പായിട്ട് വരും. ഓക്കെ, അത് കുഴപ്പമില്ല. കാരണം 8 നമ്മൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഓവർലാപ്പ് വരും. സോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇവിടെ വേരിയബിൾസ് റെഡ്യൂസ് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ ഇവിടെ നിന്ന് എഴുതാം. അപ്പൊ ഈ 8 ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇവിടെ നിന്ന് മോളിൽ നിന്ന് എല്ലാം പോയി അല്ലെ. ഈ ഫസ്റ്റ് നോക്കുക, അവിടെ മോളിൽ നിന്ന് എല്ലാം പോയി. ദെൻ ലെഫ്റ്റിൽ നിന്ന് എന്ത് പോകും? ബിയും ബി ബാറും പോയി, മിച്ചം എ കിട്ടും. അപ്പൊ എ പ്ലസ്, ദെൻ ബാക്കി നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? ഇവിടുന്ന് ലെഫ്റ്റിലെ എല്ലാം പോവും. ദെൻ ടോപ്പിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഡിയും ഡി ബാറും പോയിട്ട് സി വരും അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ആൻസർ എ പ്ലസ് സി എന്ന് കിട്ടിയത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ 4 വേരിയബിൾ കെ മാപ്പ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 4 വേരിയബിൾ കെ മാപ്പ്. ദെൻ നെക്സ്റ്റ് നോക്കിയാൽ ഇതും ഒരു 4 വേരിയബിൾ കെ മാപ്പിന്റെ ആണ് ഞാൻ തന്നിരിക്കുന്നത്. സോ ഞാൻ ഇവിടെ ഗ്രൂപ്പ് ചെയ്തേക്കുന്നത് ഇങ്ങനെയാണ്. 4 വെച്ചിട്ടാണ്. 8 എനിക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നെക്സ്റ്റ് വലുത് എന്താ? 4. സോ എനിക്ക് 4 ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ 4 ഗ്രൂപ്പ് ചെയ്തത്. സോ എനിക്ക് കിട്ടിയ ആൻസർ ആണിത്. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതും ഒരു കെ മാപ്പാണ്. കെ മാപ്പ് യൂസ് ചെയ്തിട്ട് റെഡ്യൂസ് ചെയ്യാനാണ്. അപ്പൊ ഇവിടെ ഞാൻ എന്ത് ചെയ്തു? 8 ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ഞാൻ 4 ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ 4 ഞാൻ ഇവിടെ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് ഞാൻ എഴുതിയേക്കുന്നതാണ് ഈ ഒരു ആൻസർ. സി പ്ലസ് ബി സി ബാർ നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഇതിനെയും റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ പക്ഷേ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഫോമിലാണ് അല്ലെ. പോസ്റ്റ് ഫോമിലാകുമ്പോഴത്തേക്കും നമ്മുടെ കെ മാപ്പിൽ ചെറിയൊരു വ്യത്യാസം വരും. നമ്മൾ ഇവിടെ ബി പ്ലസ് സി എ, ബി പ്ലസ് സി ബാർ, ബി ബാർ പ്ലസ് സി ബാർ, ബി ബാർ പ്ലസ് സി എന്നാണ് എഴുതുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എ ബാർ. അതുപോലെ തന്നെ മിൻ ടേംസിന് ഉള്ളിൽ എഴുതുന്നത് അപ്പോൾ മിൻ ടേംസ് ആയിരിക്കത്തില്ല, മാക്സ് ടേംസ് ആയിരിക്കും ഈ ഉള്ളിൽ വരുന്നത്. ഓക്കെ, 0 1 3 2 എന്നൊക്കെ പറയുന്നത് മാക്സ് ടേം ആണ്. സോ ഇത് ആക്ച്വലി എന്താണ്? ഇത് പോസ്റ്റ് ഫോം ആണ് ഈ തന്നിരിക്കുന്നത്. സോ ഇതിനെ നമ്മൾ ഇതുപോലെ പ്ലോട്ട് ചെയ്യുക. അപ്പം ഈ ടേംസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, പ്ലോട്ട് ചെയ്യുക. ദെൻ നമുക്ക് ഇതുപോലെ ആൻസർ കിട്ടും. എ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. കാരണം ഇത് 4 ഞാൻ ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ നിന്ന് മുകളിലത്തെ എല്ലാം റെഡ്യൂസ് ചെയ്ത് പോയിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ്? എ എന്ന ആൻസർ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ ഇതാണ് ആ ഒരു ഈ ഒരു എക്സ്പ്രഷനെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു 4 വേരിയബിൾ കെ മാപ്പ്. പക്ഷേ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പോസ്റ്റ് ഫോമിലാണ്. അപ്പോൾ ആ ഫോമിൽ വേണം നമ്മൾ കെ മാപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. പോസ്റ്റ് ഫോമിലാണ്. സോ ഇവിടെ വേരിയബിൾസ് നമ്മൾ നെയിം ചെയ്യുമ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത്. സി പ്ലസ് ഡി, സി പ്ലസ് ഡി ബാർ, സി ബാർ പ്ലസ് ഡി ബാർ, സി ബാർ പ്ലസ് ഡി എന്ന് വരും. ഓക്കെ, സോ ഇവിടെ നോക്കിയാൽ 1 1 1 1 എന്നാണ് വരുന്നത് അല്ലേ. 1 + 1 + 1 + 1 എന്ന് വരും. അതായത് 1 1 1 എന്ന് വരുന്നത് എന്താണ്? നമ്മൾ കോംപ്ലിമെന്റ് വരാത്ത വേരിയബിളിനെ നമ്മൾ 1 വെച്ചിട്ടും കോംപ്ലിമെന്റ് ഉള്ള വേരിയബിളിനെ
നമ്മൾ 0 വെച്ചിട്ടുമാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് അല്ലേ. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, ഇവിടെ 0 1 3 2. സോ ഈ കെ മാപ്പ് വരയ്ക്കുന്ന കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് പഠിച്ചിരിക്കുക. ദെൻ രണ്ട് രീതിയിലും വരയ്ക്കാൻ പഠിക്കുക. അതായത് സോപ്പ് ഫോമിൽ തന്നു കഴിഞ്ഞാൽ എങ്ങനെ വരയ്ക്കണമെന്നും പോസ്റ്റ് ഫോമിൽ തന്നാൽ എങ്ങനെ വരയ്ക്കണം എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ ഗ്രൂപ്പ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇനി ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് പോസ്റ്റ് ഫോമിലാണ് അല്ലേ. പോസ്റ്റ് ഫോമിലാണെങ്കിൽ നമ്മൾ ഉള്ളിൽ എഴുതുന്നത് 0 എന്നായിരിക്കും. സോപ്പ് ഫോമിലാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ ഈ ഓരോ ടേംസ്, അതായത് സെല്ലിനുള്ളിൽ എഴുതുന്ന ടേംസ് 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പോസ്റ്റ് ഫോമിൽ എഴുതുമ്പോൾ പോസ്റ്റ് ഫോമാണ് തരുന്നതെങ്കിൽ നമ്മൾ ഈ സെല്ലിനുള്ളിൽ, അതാണ് ഞാൻ ഇവിടെ 0 വെച്ച് എഴുതിയിരിക്കുന്നത്. ഈ എല്ലാ സെല്ലിലും 0 ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോപ്പ് ഫോമിലാണെങ്കിൽ എന്താ, നമ്മൾ 1 വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, 1 കൊടുത്തിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിനെ ഞാൻ 4ആയിട്ടും ഇതിനെ ഞാൻ 8ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് താഴെ ഞാൻ അതിനെ 4ആയിട്ടും ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇതാണ് നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്. എന്താണ്, A ഇൻറ്റു A ബാർ പ്ലസ് B എന്ന് വരും. ഓക്കെ, നെക്സ്റ്റ് ഒരു ഇതെന്ന് പറഞ്ഞാൽ ഡോണ്ട് കെയർ കണ്ടീഷൻ ആണ്. ഡോണ്ട് കെയർ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രാ ഇവിടെ ഒരു ഡോണ്ട് കെയർ കൊടുക്കുക. അതായത് D ഇൻറ്റു 1040 എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇതാണ് ഡോണ്ട് കെയർ. അപ്പോൾ നമ്മൾ സാധാരണ വരയ്ക്കുന്ന പോലെ തന്നെയാണ്. ഈ തന്നിരിക്കുന്നത് നമുക്ക് മിൻ ടേംസ് ആണ്, അതായത് സോപ്പ് ഫോം ആണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം കണ്ട രീതിയിൽ നമ്മൾ കെ മാപ്പ് വരച്ചാൽ മതി. ദെൻ ഇവിടെ ഡോൺ കെയർ ഉണ്ട്. ഡോൺ കെയറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ക്രോസ് ഇട്ടിട്ടാണ്. സോ ഞാനിവിടെ എക്സ് പോലെ ഇട്ടേക്കുന്നുണ്ട്, ക്രോസ്. സോ അതാണ് ഡോൺ കെയർ എന്ന് പറയുന്നത്. സോ ഡോൺ കെയർ വരുന്ന സെല്ലുകളിലൊക്കെ ക്രോസ് ഇടുക. സോ ഇവിടെ സെൽ നമ്പേഴ്സ്, അത് മിൻ ടേംസ് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോ മിൻ ടേംസ് അത് നോക്കാം. അതായത് 0യുടെ അവിടെ 1 ഇടാം. ദെൻ 1 എന്ന് പറയുന്ന സെല്ലിന്റെ അവിടെ 1 ഉണ്ട്. 4 എന്ന സെല്ലിന്റെ അവിടെ നമ്മൾ 1 ഇട്ടു. 5 എന്ന സെല്ലിന്റെ അവിടെ നമ്മൾ 1 കൊടുത്തു. ഓക്കെ, അപ്പൊ ഈ സെൽ നമ്പേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക, നമ്മളിവിടെ മാർക്കിങ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഡോണ്ട് കെയറിന്റെ അവിടെ 10ഉം 14ഉം കറസ്പോണ്ടിങ് ആയിട്ട് ഞാനിവിടെ ഡോൺ കെയറും കൊടുത്തു. ദെൻ ഞാൻ ഇതിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നതാണ് ചെയ്തിരിക്കുന്നത്. 4ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് അല്ലേ. 4ആയിട്ട് എല്ലാത്തിനെയും ഗ്രൂപ്പ് ചെയ്തു. ദെൻ ലാസ്റ്റ് ഒരു 2ആയിട്ട് എനിക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നു, അത് ഞാൻ ഗ്രൂപ്പ് ചെയ്തു. ഓക്കെ, ദെൻ എനിക്ക് കിട്ടിയ ആൻസർ ആണ് ഞാൻ ഈ റൈറ്റ് സൈഡിൽ എഴുതിയിരിക്കുന്നത്. സോ ഇങ്ങനെയാണ് ഡോൺ കെയർ വരുന്നത്. അപ്പോൾ ഡോൺ കെയർ വരുന്ന കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, ക്രോസ് വെച്ചിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ ഇത് തന്നിരിക്കുന്നത് സോപ്പ് ഫോം ആണ്, മിൻ ടേംസ് ആണ് തന്നിരിക്കുന്നത്. നെക്സ്റ്റ് കേസിൽ ഡോൺ കെയർ നോക്കിയാൽ ഈ ഡോൺ കെയർ ഇവിടെ തന്നിരിക്കുന്ന മാക്സ് ടേംസ് ആണ് അല്ലേ. അതായത് പൈ എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. സോ മാക്സ് ടേമിൽ നമ്മൾ എങ്ങനെയാണ് കെ മാപ്പ് വരയ്ക്കുന്നത് അതുപോലെ നമ്മൾ വരയ്ക്കുക. ദെൻ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ ഇതുപോലെ തന്നെ മാർക്ക് ചെയ്യുക. ഓക്കെ, പിന്നെ അവിടെ മാർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ 1 വെച്ചിട്ടല്ല 0 വെച്ചിട്ട് വേണം മാർക്ക് ചെയ്യാൻ. ഡോൺ കെയർ സെയിം ആണ്, ക്രോസ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ക്രോസ് സിമ്പിൾ ഇട്ടാൽ മതി ഡോൺ കെയർ. ദെൻ നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ചെയ്യുക. അതിനനുസരിച്ച് നമ്മൾ ആൻസർ എഴുതുക. ഇനി ഇവിടെ 2 എണ്ണമായിട്ട് ഞാൻ വേറൊരു സ്റ്റൈലിൽ ഗ്രൂപ്പ് ചെയ്തേക്കുന്നു. അതായത് ഇങ്ങേ അറ്റത്തെ ഈ 10th പൊസിഷനും പിന്നെ ഈ 8th പൊസിഷനും കണ്ടോ, അതിനെ ഞാൻ അങ്ങേയറ്റവും ഇങ്ങേയറ്റമായിട്ടാണ് ഞാൻ ഗ്രൂപ്പ് ചെയ്യുക. അതായത് രണ്ട് പെയർ ആയിട്ടാണ് ഞാൻ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം. അതായത് ആ അങ്ങേ ഭാഗം നമുക്ക് ഇങ്ങോട്ട് മടക്കാം. ഇങ്ങോട്ട് മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് പറ്റും, അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചുരുട്ടുക. ഇപ്പോൾ ഈ മാപ്പ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചുരുട്ടുക എന്ന് വിചാരിക്കുക. ഓക്കെ, വെർട്ടിക്കലായിട്ട് നമ്മൾ ചുരുട്ടി എടുക്കുകയാണെങ്കിൽ ഈ ക്രോസ്, അതായത് ഈ ലാസ്റ്റ് കിടക്കുന്ന ഈ ക്രോസ് പോർഷൻ എന്ന് പറയുന്നത് എവിടെ വരും, ഈ ക്രോസ് പോർഷൻ എന്ന് പറഞ്ഞാൽ ചുരുണ്ട് നേരെ ഇപ്പുറത്തോട്ട് വരും അല്ലെ, ഇങ്ങേ ഏരിയയിലേക്ക് വരും. അതായത് ഈ ഒരു 8ന്റെ ഏരിയയിലേക്ക് വരും. സോ അത് നമ്മൾ പെയർ ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി ഇപ്പൊ സപ്പോസ് ഈ 4 മൂലയ്ക്കും, അതായത് ഈ 0 2 10 8 അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് അതായത് 4ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ 4ആയിട്ട് നമുക്ക് ഗ്രൂപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെ ഗ്രൂപ്പിങ് ചെയ്യാനുള്ള ടെക്നിക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. സോ നമുക്ക് കിട്ടിയ ആൻസർ ആണ് ഈ ഒരു തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് എന്താണ്, ഈ തന്നിരിക്കുന്ന മാക്സ് ടേംസ് ആണ്. അതായത് പൈ എന്ന് പറയുന്ന മാക്സ് ടേമിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന മാക്സ് ടേംസ് ആണ്. ദെൻ ഡോൺ കെയർ നമ്മൾ അതുപോലെ തന്നെ ക്രോസ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഡോൺ കെയർ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു. ബാക്കി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നോക്കാം.